ഒരു വിമാനം പറക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പ്യുവർ ഫിസിക്സ് ആണ്. വായുവിൻ്റെ സാന്ദ്രത കുറയുന്നതനുസരിച്ച് സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. എപ്പോഴും ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യുന്നത് കാറ്റിനെതിരായിട്ടാണ്. പട്ടം പറത്തില്ലേ, കുട്ടികൾ പട്ടം പറത്തുമ്പോൾ കാറ്റ് പിടിക്കും, കാറ്റിനെതിരായിട്ടല്ലേ പട്ടം പറത്തുന്നത്. അതുപോലെ തന്നെയാണ് വിമാനങ്ങളും അങ്ങനെ തന്നെയാണ്. വിമാനത്തിൻ്റെ വേഗത 250 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ 250 കിലോമീറ്റർ സ്പീഡിലുള്ള വിമാനത്തിന് എതിരായിട്ട് ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കുകയാണെന്ന് വെക്കുക. ഇപ്പോൾ എഫക്റ്റീവ്ലി അതിൻ്റെ സ്പീഡ് 230 കുറഞ്ഞു. 100 കണക്കിന് യാത്രക്കാരുടെ ജീവൻ ആണ് നമ്മളുടെ തോളത്തുള്ള പ്രഷർ എന്ന് പറയുന്നത്. നമുക്ക് എത്രയും സ്പീഡ് കുറഞ്ഞിരിക്കുന്നോ അത്രയും കുറച്ച് റൺവേ ലെങ്ത് മതി ബ്രേക്ക് ചവിട്ടി നിർത്താൻ. ഇതേപോലെ തന്നെ കാറ്റിന് എതിരായിട്ട് തന്നെ ആയിരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ABC ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ക്യാപ്റ്റൻ രമേശാണ്. പറക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വെൽക്കം സാർ. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ AVT. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം പേടിച്ച ഒരു സന്ദർഭം പറയാം. ഒരിക്കൽ ഞാനിവിടുന്ന് ദുബായിക്ക് ഫ്ലൈ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ തൊട്ട് ബാക്കിലത്തെ കാലി സീറ്റിൽ പൈലറ്റ് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആകെ പേടിച്ചു പോയി. ഈ പൈലറ്റുമാരൊക്കെ എന്താണ് ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ്? ഈ പൈലറ്റുമാർക്കൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് മാറി വന്നിരിക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ പലപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു ഉദ്ദേശം പറയാനാണെങ്കിൽ, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് യാത്ര ചെയ്ത് പോയി ബോംബെയിൽ നിന്നൊരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പോൾ ജോലി തുടങ്ങുന്നത് ബോംബെയിൽ നിന്നായിരിക്കും, പക്ഷേ കൊച്ചിയിൽ നിന്ന് അവിടം വരെ കമ്പനി നമ്മളെ യാത്ര ചെയ്യിച്ച് കൊണ്ടുപോയിട്ടായിരിക്കും ഡ്യൂട്ടി തുടങ്ങുക. അപ്പം അങ്ങനെ, അല്ലെങ്കിൽ ഡ്യൂട്ടി തീർന്നതിന് ശേഷം തിരിച്ചതേപോലെ ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്ത് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യൂണിഫോമിലായിരിക്കും, പുറകിൽ യാത്രക്കാരുടെ കൂടെ ഇരുന്നായിരിക്കും യാത്ര ചെയ്യുന്നത്. തീർച്ചയായിട്ടും പലരും നമ്മളെ നോക്കി ഇതേപോലെ കമൻറ്റ് വരെ ചെയ്തിട്ടുണ്ട്, അയ്യോ പൈലറ്റ് പുറകെ ഇരിക്കുകയാണോ, വണ്ടി എങ്ങനെ ഓടിക്കും, ഓട്ടോ പൈലറ്റ് ആണോ ഓടിക്കുന്നത്? അപ്പോൾ അതാണ് സംഭവം അല്ലേ? അതാണ് സംഭവം. അല്ലാതെ പൈലറ്റ് ഇറങ്ങിയിരിക്കത്തില്ല. ഇല്ല, അതായത് പണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ അമേരിക്കയിലെ വളരെ ഇൻഫേമസ് ആയിട്ടുള്ള 9/11 അറ്റാക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് കോക്പിറ്റിൻ്റെ ഡോറ് തുറന്ന് പൈലറ്റ്സ് പുറത്തിറങ്ങി വരികയും പലപ്പോഴും യാത്രക്കാരുടെ ഇടയിൽ കൂടെ നടന്നുപോയി യാത്രക്കാരുമായി സംസാരിക്കുക വരെ ചെയ്യുന്ന ഒരു കണ്ടീഷനായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് അത് മാറുകയും ഈ കോക്പിറ്റ് ഡോർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ മൊത്തമായിട്ട് മാറ്റി റീഇൻഫോഴ്സ്ഡ് ബുള്ളറ്റ് പ്രൂഫ് ഡോറാക്കി മാറ്റുകയും ചെയ്തു. അതായത് ഇപ്പോൾ ഞാനും എന്നെപ്പോലുള്ള പൈലറ്റ്സും ജോലി ചെയ്യുമ്പോൾ ഞങ്ങളിരിക്കുന്ന ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയാവുന്ന, രസകരമായിട്ടാണെങ്കിലും പറയാവുന്നത് കോക്പിറ്റിനാണ്. ഈ കോക്പിറ്റിൽ ഞങ്ങൾ ഇരിക്കുന്നത് ഒരു ബാലിസ്റ്റിക് പ്രൊട്ടക്റ്റഡ് ബുള്ളറ്റ് പ്രൂഫ് ഡോറിൻ്റെ പുറകിലിരുന്നാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ആ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി ഈ ഡോറ് ഇലക്ട്രോണിക്കലി ലോക്ക്ഡ് ആണ്. പുറത്താർക്കും അറിഞ്ഞൂടാത്ത കോഡ് വെച്ച് ലോക്ക് ചെയ്തിട്ടുള്ള ഡോറും കൂടെയാണ്. അത് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ പൈലറ്റ്സിന് വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് പുറത്തിറങ്ങേണ്ടി വരാറുണ്ട്. അങ്ങനെയാണെങ്കിലും ആ മുമ്പിലുള്ള ഡോറിൻ്റെ ആ ഭാഗത്തേക്ക് യാത്രക്കാർ വരാത്ത രീതിയിൽ അവിടെ ക്യാബിൻ ക്രൂ ട്രോളിയൊക്കെ വെച്ച് അടച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് ആരും വരാതാക്കി അതിനുശേഷമാണ് ഞങ്ങൾ പുറത്ത് ഇറങ്ങുകയും തിരിച്ചകത്ത് അതേപോലെ കയറുകയും ചെയ്തത്. അതായത് ഒരു പൈലറ്റും കോ പൈലറ്റും ക്യാബിനിൽ കയറിയാൽ, അല്ലെങ്കിൽ കോക്പിറ്റിൽ കയറിയാൽ പിന്നെ അത് എപ്പോൾ ഓപ്പൺ ചെയ്യണം, അങ്ങനെ നിർദ്ദേശമുണ്ടോ? അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? പൊതുവെ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആകെയുള്ള ഒരു അത്യാവശ്യം വരിക എന്ന് പറയുന്നത് വാഷ്റൂമിൽ പോകുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടിയാണെങ്കിലും ഇങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പുറത്തിറങ്ങുകയും തിരിച്ചതേപോലെ അകത്ത് കയറുകയും ചെയ്തത്. ഇത് പൈലറ്റ് അകത്തുള്ളപ്പോൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ കയറി പോകുന്ന സമയത്ത് ഇപ്പം ഷൈൻ ടോം ചാക്കോ ഒക്കെ കോക്പിറ്റി കയറി കേസായി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ കയറുന്ന സമയത്തായിരിക്കും. അതെ, യാത്രക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആൾക്കാർ കയറാനുള്ള ഡോർ ഓപ്പൺ ആയിരിക്കുന്ന, നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ്, അതെ, ആ സമയത്ത് കോക്പിറ്റിന്റെ ഡോറും ഓപ്പൺ ആയിരിക്കും. നമുക്ക് പുറത്തിറങ്ങുകയും എല്ലാം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ എയർപോർട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമ്മൾ വളരെ അതിശയത്തോടും ആരാധനയോടും ഒക്കെ നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് പൈലറ്റ്. പൈലറ്റിനെ ആ ജോലി ചെയ്യാൻ
ആ ജോലിയുള്ള പൈലറ്റുമാരെ കൊണ്ട് മക്കളെ കല്യാണം കഴിപ്പിക്കാൻ, ആണായാലും പെണ്ണായാലും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ശ്രമങ്ങളുണ്ട്. ഈ ജോലി ഇത്രത്തോളം ഗ്ലാമറസായ ഒരു ജോലിയാണോ? തീർച്ചയായിട്ടും. ഞാൻ പോലും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ആകാശത്തു കൂടി ഏതെങ്കിലും ഒരു പ്ലെയിൻ പറക്കുന്നത് കണ്ടാൽ, അന്ന് തിരുവനന്തപുരത്തായിരുന്നു, ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്, ആ വിമാനത്തിൽ എങ്ങനെയെങ്കിലും കയറാൻ എന്താണ് സാധ്യത എന്ന് മാത്രം ചിന്തിച്ച് വായം പൊളിച്ച് മാനത്തേക്ക് നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് 90-95% കുട്ടികൾക്കും പൈലറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കും പൈലറ്റ് ആകണം എന്ന് പറയുന്ന കുട്ടികളാണ് കൂടുതലുള്ളത്. അത് യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ കുട്ടികൾ ഫ്ലൈറ്റിൽ വരുമ്പോഴും എപ്പോഴും അച്ഛനമ്മമാർ കുട്ടികളെ ദേ പൈലറ്റ് അങ്കിൾ എന്ന് കാണിച്ചു കൊടുക്കും. അവരെ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ കോക്പിറ്റിലേക്ക് വിളിക്കുകയും അവരെ കോക്പിറ്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് ഇത്രയും വലിയ കൗതുകം. അപ്പോൾ പല കുട്ടികളും, സംസാരിക്കാൻ അറിയാവുന്ന കുട്ടികൾ പറയാറുണ്ട്, ഞാൻ വലുതാകുമ്പോൾ ഞാൻ പൈലറ്റ് ആവും എന്ന് പറയും. അത് ആ ഒരു കാര്യം. ഒന്നാമത് ഇത് ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ജോലിയാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. അതുകൂടാതെ പ്ലെയിൻ പറപ്പിക്കുക എന്ന് പറയുന്നത് അതിന് തന്നെ ഒരു ഫാൻസി ഉണ്ട്. അത് ഇന്നും ഇത്രയും നാൾ ഈ ജോലി ചെയ്തതിന് ശേഷവും എനിക്കിന്നും ഓരോ പ്രാവശ്യവും പ്ലെയിനിൽ കയറുകയും ഇത് പറപ്പിക്കാൻ പറ്റുകയും ചെയ്യുന്നത് എന്തോ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഞാൻ LLB പഠിച്ച ഒരാളാണ്. ഞാൻ സിനിമയിൽ വക്കീൽ വാദിക്കുന്ന കണ്ടിട്ട് LLB പഠിക്കാൻ പോയ ഒരാളാണ്. പക്ഷെ ജീവിതത്തിൽ വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ ഒരു വക്കീലിന് അത്തരത്തിൽ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിൽ വാദിക്കാനോ ഉള്ള സന്ദർഭം ഉണ്ടാവാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ പൈലറ്റിന് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ടേക്ക് ഓഫിങ്ങും ലാൻഡിങ്ങും കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ജോലിയൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ സത്യമുണ്ടോ? ഇല്ല, ഒരു സത്യമില്ല. അതായത് പൊതുവെ ആ ഒരു ധാരണ വരാൻ കാരണം വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ് ഓട്ടോ പൈലറ്റ്. ഈ വിമാനങ്ങൾ ഇന്നത്തെ അവസ്ഥയിലുള്ള സഫിസ്റ്റിക്കേറ്റഡ് യാത്രാ വിമാനങ്ങളെല്ലാം ഓട്ടോ പൈലറ്റ് എന്ന ഓട്ടോമേറ്റഡ് സംവിധാനത്തിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതൊരു സത്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യുന്നത് 99% ഞങ്ങൾ മാനുവലായിട്ടാണ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് ഓട്ടോമേറ്റഡ് ആയിട്ട് ലാൻഡിങ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓട്ടോമേറ്റഡ് ആയിട്ട് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് മൂടൽ മഞ്ഞ് പോലെ ഉള്ള വിസിബിലിറ്റി കുറഞ്ഞ, മുന്നോട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളുടെ ഇന്നത്തെ എയർബസ്, ബോയിങ് പോലുള്ള വിമാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ലാൻഡ് ചെയ്ത് റൺവേയിൽ ബ്രേക്ക് ചവിട്ടി നിർത്തും. അത് ഹ്യൂമൻ ഇന്റർവെൻഷനേക്കാൾ ആക്യുറസി ലെവൽ കൂടുതലാണോ കുറവാണോ? 10 പ്രാവശ്യം, അതായത് 10 times കൂടുതൽ ആക്യുറസിയാണ് ഈ കമ്പ്യൂട്ടേഴ്സിന് ഹ്യൂമൻ ഇന്റർവെൻഷനേക്കാളും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഞങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും വിന്റർ കാലാവസ്ഥയിൽ ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും മൂടൽ മഞ്ഞ് വളരെയധികം ഉണ്ട്. ഈവൻ സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ, തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ ഈ മൂടൽ മഞ്ഞുള്ള സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറുണ്ട്. അത് എല്ലാ എയർപോർട്ടിലും അത് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അത് സ്പെസിഫിക് ആയിട്ട് എയർപോർട്ടുകളിലെ എക്യുപ്മെൻറ്റിൻ്റെ, എയർപോർട്ടുകളിലെ സംവിധാനത്തിൻ്റെ ഒരു കേപ്പബിലിറ്റിയും കൂടെയാണത്. എല്ലാ എയർപോർട്ടിലും അത് പറ്റില്ല. കേരളത്തിലാകെ അത് പറ്റുന്നത് കൊച്ചി എയർപോർട്ടിലെ കിഴക്ക് ഭാഗത്തു നിന്ന് വന്നിറങ്ങുന്ന റൺവേ 27 എന്ന് പറയുന്ന ആ 2 സ്ഥലത്തുനിന്നും വന്നിറങ്ങാം അല്ലേ? അതെ, എല്ലാ റൺവേയിലും, പൊതുവെ എല്ലാ റൺവേയിലും 2 സ്ഥലത്തു നിന്നും വന്നിറങ്ങുക. അത് കാറ്റിൻ്റെ ഗതി അനുസരിച്ചാണ്. എപ്പോഴും ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യുന്നത് കാറ്റിനെതിരായിട്ടാണ്. അത് നല്ല മലയാളത്തിൽ കാറ്റ് പിടിക്കുക എന്ന് പറയില്ലേ? അപ്പം നമ്മൾ പട്ടം പറത്തില്ലേ, കുട്ടികൾ പട്ടം പറത്തുമ്പോൾ കാറ്റ് പിടിക്കുക, കാറ്റിനെതിരായിട്ടല്ലേ പട്ടം പറത്തുന്നത്. അതുപോലെ തന്നെയാണ് വിമാനങ്ങളും അങ്ങനെ തന്നെയാണ്. കാറ്റിനെതിരായിട്ടാണ് ഇറക്കേണ്ടതും. അതാണ് സേഫ് കാര്യം. വളരെ സിമ്പിളായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞാൽ, നമ്മൾ കാറ്റിന് എതിരായിട്ട് നമ്മൾ വന്നിറങ്ങുകയാണെങ്കിൽ നമ്മൾ വിമാനത്തിൻ്റെ വേഗത 250 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. പൊതുവെ ആ ഒരു വേഗതയിലാണ് വിമാനങ്ങൾ 250-270 ആ ഒരു വേഗതയിലാണ്, km/h വേഗതയിലാണ് ഇറങ്ങുന്നത്, ലാൻഡ് ചെയ്യുന്നത്. പറക്കുന്നത് 500 മുതൽ. പറന്ന് പൊങ്ങുമ്പോൾ എത്രത്തോളം ഉയരത്തിൽ പറക്കുന്നോ അത്രത്തോളം സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അതായത് എയറിൻ്റെ ഡെൻസിറ്റി, വായുവിൻ്റെ സാന്ദ്രത കുറയുന്നതനുസരിച്ച് സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ പൊതുവേ വിമാനങ്ങളെല്ലാം പറക്കുന്നത് 35,000-40,000 അടി ഉയരത്തിലൊക്കെയാണ് പറക്കുന്നത്. ആ ഉയരത്തിൽ പറക്കുമ്പോൾ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 850 മുതൽ 900 വരെ km/h സ്പീഡിലാണ് പറക്കുന്നത്. അപ്പോൾ ഈ ഇറങ്ങുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഈ 250 കിലോമീറ്റർ സ്പീഡിലുള്ള വിമാനത്തിന് എതിരായിട്ട് ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിക്കുകയാണെന്ന് വെക്കുക. ഇപ്പോൾ എഫക്റ്റീവ്ലി അതിൻ്റെ സ്പീഡ് 230 കുറഞ്ഞു. അപ്പോൾ നമുക്ക് എത്രയും സ്പീഡ് കുറഞ്ഞിരിക്കുന്നോ അത്രയും കുറച്ച് റൺവേ ലെങ്ത് മതി ബ്രേക്ക് ചവിട്ടി നിർത്താൻ. ഓക്കെ. അപ്പോൾ അതാണ് സേഫ്. അതേസമയം തിരിച്ചാണെങ്കിലോ 250 കിലോമീറ്റർ സ്പീഡിൻ്റെ കൂടെ പുറകിൽ നിന്ന് കാറ്റടിച്ച് ഒരു 270 സ്പീഡ് ആയിപ്പോയാൽ അത്രയും ദൂരം ഓടിയേ ഇതിന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, കോഴിക്കോടും മംഗലാപുരത്തൊക്കെ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ടേബിൾ ടോപ്പ് എയർപോർട്ട്സ് ആണ്. ടേബിൾ ടോപ്പ് എയർപോർട്ട്സ് ആണ്. റൺവേയുടെ ലെങ്ത് കുറവാണ്. അതിനെല്ലാം കൂടെ ഈ വിമാനങ്ങൾക്ക് ഓടിച്ചെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണല്ലോ എൻ്റെ മെയിൻ കാരണം. അതുകൊണ്ടാണല്ലോ റൺവേ കഴിഞ്ഞത് കുഴിയിലേക്ക് വീണു പോയത്. അവിടെ ഇത് ഓടി നിൽക്കാനുള്ള റൺവേയുടെ ലെങ്ത് ആയിരുന്നല്ലോ പ്രശ്നം. അപ്പൊ അത് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വേണ്ടത്. അതുകൊണ്ട് എപ്പോഴും കാറ്റിനെതിരായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. കാറ്റിന് അനുകൂലമായിട്ടായിരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്നത്. അല്ല, കാറ്റിനെതിരായിട്ടായിരിക്കും എപ്പോഴും. ലാൻഡിങ് കാറ്റിന് എതിരായിട്ടായിരിക്കും. അല്ല, ഇതേപോലെ തന്നെ കാറ്റിന് എതിരായിട്ട് തന്നെ ആയിരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ ഇതേപോലെ 250 കിലോമീറ്റർ സ്പീഡ് വേണം എന്ന് വെക്കുക, നിലത്തുനിന്ന് പൊങ്ങാനായിട്ട്. എതിരെ 20 കിലോമീറ്റർ സ്പീഡിന് കാറ്റടിക്കുന്നു. അപ്പം നമുക്ക് എഫക്റ്റീവ്ലി നിലത്തുകൂടെ ഓടാൻ ഉള്ള ആവശ്യം 230 കിലോമീറ്റർ എത്തിയാൽ മതി. 230 കിലോമീറ്റർ എത്തുമ്പോൾ എതിരെയുള്ള കാറ്റും കൂടെ അടിച്ച് ഇത് 250 കിലോമീറ്റർ എഫക്റ്റീവ്ലി ആവുന്നു കാറ്റിന്റെ ഗതി. ഓക്കെ 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 ഓക്കെ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അങ്ങനെ സംഭവിക്കുക. അപ്പോൾ പൊങ്ങുകയാണല്ലോ വേണ്ടത് അല്ലേ? അതെ, പൊങ്ങാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും സേഫ്റ്റിയാണ് പ്രധാനം. ഒരു വിമാനം നിലത്തുനിന്ന് പൊങ്ങുമ്പോൾ പൊങ്ങാൻ പറ്റിയില്ല, ഒരു എഞ്ചിന് എന്തെങ്കിലും കേട് പറ്റി, എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി, അല്ലെങ്കിൽ ഒരു ടയറ് പൊട്ടുകയോ എന്തെങ്കിലും വലിയൊരു കുഴപ്പം പറ്റിയെന്ന് വയ്ക്കുക. ഈ വിമാനം നിലത്തുനിന്ന് പൊങ്ങാതെ ചവിട്ടി തിരിച്ച് നിർത്തണമെങ്കിൽ, ബ്രേക്ക് ചവിട്ടി നിർത്തണമെങ്കിൽ നമുക്കപ്പോഴും പരിമിതമായിട്ടുള്ള റൺവേ ലെങ്തേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ലെങ്ത്തിനകത്ത് ഇത് ചവിട്ടി നിർത്താൻ പറ്റണം. അങ്ങനെയാണെങ്കിലും ടേക്ക് ഓഫ് ചെയ്യുന്ന സ്പീഡ് കുറയുകയല്ല നല്ലത്. ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ച് ചെയ്യണമല്ലോ. അതെ. ഇതിനെന്തെങ്കിലും ടാസ്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സസൈസോ കിട്ടാറുണ്ടോ? അതെ, നല്ലൊരു ചോദ്യമാണ്. അതായത് ഒരു പൈലറ്റിനെ നല്ലൊരു പൈലറ്റ് ആക്കുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ആ സ്കിൽ ലെവൽ എന്ന് പറയുന്നത്. അത് നല്ല റിഫ്ലെക്സ് വേണം, നിമിഷ നേരം കൊണ്ട് തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റണം. ഇതിനു വേണ്ടി നമുക്ക് എപ്പോഴും സ്കില്ലെന്ന് പറയുന്ന കാര്യം നമുക്ക് മിക്ക ജോലികളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ട്രെയിനിങ്. പൈലറ്റ്സ് എല്ലാവരും ഹൈലി ട്രെയിൻഡാണ്. ഹൈലി ക്വാളിഫൈഡ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റും. കാര്യം നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ ആണ് നമ്മളുടെ തോളത്തുള്ള പ്രഷർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി ഞാൻ കണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് പൈലറ്റ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക മാത്രമല്ല, എല്ലാ 6 മാസം കൂടുമ്പോഴും എല്ലാ പൈലറ്റ്സും, എയർലൈൻ രംഗത്ത് ജോലി ചെയ്യുന്ന എല്ലാ പൈലറ്റ്സും വളരെ റിഗറസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തി അത് പാസ്സായതിനു ശേഷമേ അടുത്ത 6 മാസം ജോലിയുള്ളൂ. അപ്പോൾ നേരത്തെ കിട്ടുന്ന ട്രെയിനിങ് അല്ല, റെഗുലർ ആയിട്ട് 6 മാസം കൂടുമ്പോൾ കിട്ടും. അതെ. അതായത് ബേസിക്കലി നമ്മുടെ റെസ്പോൺസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിഫ്ലെക്സ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അതല്ലേ? റിഫ്ലെക്സ് നന്നായിരിക്കണം എന്നുള്ളത് മാത്രമല്ല, ഇതിനകത്തുള്ള സിസ്റ്റംസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും, ഒരു അപകടം സംഭവിച്ചാൽ ആ അപകടത്തിൽ നിന്ന് ഈ വിമാനത്തെ രക്ഷിച്ച് തിരിച്ച് നിലത്തിറക്കാൻ, സേഫായിട്ട് നിലത്തിറക്കാനും പറ്റണമല്ലോ. കാര്യം ഈ വിമാനങ്ങൾ ഒന്നാമത് ഈ പറഞ്ഞ പോലെ 850 900 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഇത് എല്ലായിടത്തും ഇറക്കാനും പറ്റില്ലല്ലോ. അവൈലബിൾ ആയിട്ടുള്ള എയർപോർട്ട്സ് പരിമിതമല്ലേ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതുമാണ് ഏറ്റവും ഇതിൽ റിസ്കി ഫാക്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇത് ഫ്ലൈ ചെയ്യുമ്പോൾ നോർമലി ഇത് ഫ്ലോട്ട് ചെയ്ത് അങ്ങ് പൊക്കോളുമോ, അതോ അവിടെ കൂടുതൽ കൺട്രോൾസ് വേണോ, എന്താണ് അതിൻ്റെ ഒരു? ഇതിനകത്തുള്ള സിസ്റ്റംസിനെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് എൻജിൻസ് ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഉണ്ട്, ഹൈഡ്രോളിക് സിസ്റ്റംസ് ഉണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 100 കണക്കിന് കമ്പ്യൂട്ടേഴ്സാണ് ഓരോ വിമാനത്തിലും ഇതിൻ്റെ സിസ്റ്റംസിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ആ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിനെന്തെങ്കിലും കുഴപ്പം വന്നാൽ എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗം. അതായത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ. അതെ. അതെ. ഈ ട്രെയിനിങ് എവിടെയാണ് ശരിക്കും? സിമുലേറ്ററിലാണോ അതോ
ഫ്ലൈയിങ് തന്നെയാണോ? ആദ്യമായി ഒരു ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് ഒരു പൈലറ്റ് ആകാനുള്ള ആദ്യപടി. ലൈസൻസ് എടുക്കാനായിട്ട് പഠിക്കുന്നതെല്ലാം ചെറിയ വിമാനങ്ങൾ, 2 പേർക്കോ 4 പേർക്കോ ഇരിക്കാവുന്ന ചെറിയ വിമാനങ്ങളിൽ ഫ്ലൈയിങ് സ്കൂൾസിൽ അത് പഠിപ്പിക്കും. അത് ശരിക്കുള്ള വിമാനത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിന് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് പല ഫ്ലൈയിങ് സ്കൂൾസും അവൈലബിൾ ആണ്. അവിടെ ശരിക്കുള്ള വിമാനത്തിൽ തന്നെ ഇത് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ് കാർ ഓടിക്കാൻ പഠിക്കുന്ന പോലെ തന്നെ വളരെ സഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള വിമാനങ്ങളാണ്. ഈ വിമാനത്തിൽ ബേസിക് ആയിട്ടുള്ള ഫ്ലൈയിങ് സ്കിൽസ് പഠിക്കുന്നു. ഒരു വിമാനം നിലത്തിറക്കാനും അല്ലെങ്കിൽ പറപ്പിക്കാനും അത് ഇടത്തോട്ടും വലത്തോട്ടും തിരിയുകയും പൊക്കുകയും താക്കുകയും ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം പഠിച്ച് നിശ്ചിത അളവിലുള്ള നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഒരു ലൈസൻസ് കിട്ടുള്ളൂ. നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു +2 കഴിഞ്ഞ ആൾക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഇതിനകത്ത് ചിലവാകേണ്ടി വരും. പിന്നെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചപ്പോൾ പണം മുഴുവൻ നഷ്ടപ്പെടാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ പൈലറ്റിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. എന്താണ് ഇതിൻ്റെ വാസ്തവം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞത്. ഒന്നാമത് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. എവിടെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത്? +2 മതിയോ? ആദ്യം മൂലം നമുക്ക് പോകാം. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക? ഇതിന് ഇന്ത്യയിലെ റൂൾ അനുസരിച്ച് +2 ലെവലിൽ ഫിസിക്സും മാത്സും പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. ഓക്കെ. മിനിമം 18 വയസ്സ് പ്രായവും വേണം. ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്ത് പോയാലും 18 വയസ്സ് പ്രായം, അതിന് മുമ്പൊക്കെ പഠിക്കാൻ +2 കഴിയുമ്പോൾ 18 വയസ്സ് ആവില്ലല്ലോ. ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ 18 വയസ്സ് പ്രായം. പഠനം തുടങ്ങാം, അതിനു മുമ്പ് പഠനം തുടങ്ങുന്നതിന് കുഴപ്പം. ശരി, +2 കഴിഞ്ഞാൽ പഠനം തുടങ്ങാം. പക്ഷേ ഫിസിക്സും മാത്സും മാൻഡേറ്ററി ആയിട്ട് ഇന്ത്യയിൽ ആവശ്യമാണ്. എങ്കിലേ ഇതുവരെയുള്ള റൂൾ അനുസരിച്ച് ലൈസൻസ് കൊടുക്കുകയുള്ളൂ. എന്നാൽ ആ റൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡ്രാഫ്റ്റ് റൂൾ വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്താണ് ഫിസിക്സും മാത്സും ആവശ്യമില്ല, ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നീട് അത് ആഡ് ഓൺ ചെയ്ത് പഠിക്കാൻ തോന്നുന്നു അല്ലേ? വേണമെങ്കിൽ ഇന്ത്യക്കകത്തുള്ള കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഫിസിക്സും മാത്സ് എഴുതിയെടുത്തതിന് ശേഷം ഫ്ലൈയിങ് പഠിക്കുന്നു. ചെയ്യാൻ പറ്റും. ഇത് ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിനും പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസിനും ഈ ഫിസിക്സും മാത്സും ആവശ്യമാണോ, അതോ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്? അതെ, എല്ലാ ലൈസൻസിനും ആവശ്യമാണ്. ഓക്കെ, ഇന്ത്യക്ക് അകത്ത് മാത്രം. അതെ, ഇന്ത്യയിലെ മാത്രമുള്ള റൂളാണ്. അതും മാറിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ ആ റൂൾ എടുത്ത് കളയും. ശരി. അതിനുശേഷം ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഈ +2 കഴിഞ്ഞതിന് ശേഷം ഇത് പഠിക്കാൻ പറ്റുന്നു. ഇന്ത്യക്കകത്ത് ഇന്നത്തെ റൂളിനനുസരിച്ച് ഫിസിക്സും മാത്സും ഉള്ളവർക്കേ പൈലറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുള്ളൂ. എന്നാൽ ആ റൂൾ ഡ്രാഫ്റ്റ് റൂൾ ആയിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും +2 കഴിഞ്ഞതിന് ശേഷം ഫ്ലൈയിങ് സ്കൂളിൽ ചേർന്ന് പഠിക്കാനും പൈലറ്റ് ലൈസൻസ് എടുക്കാനും സാധിക്കും. അത് താമസിയാതെ വരും. ഇതുവരെ ആയിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ. ഞാൻ എൻ്റെ ഇടയിൽ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശരിക്കും ഫിസിക്സും മാത്സും പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ ഒരു പൈലറ്റ് ആവേണ്ട ആള്? ഈ വിമാനം ബേസിക്കലി ഒരു സഫിസ്റ്റിക്കേറ്റഡ് മെഷീനാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ ഒരു വിമാനം പറക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പ്യുവർ ഫിസിക്സ് ആണ്. ഈ വിമാനത്തിൻ്റെ പാർട്സ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പ്യുവർ എൻജിനീയറിംഗ് ആണ്. അതിൻ്റെ ഒരുപാട് കണക്കും കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ തന്നെ ഈ സംസാരത്തിനിടയിൽ ഒരുപാട് സ്പീഡിൻ്റെ കാര്യവും കണക്കിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഫിസിക്സും മാത്സും ഒരു ബേസിക് ബോധമുള്ളവർക്കേ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അത് പഠിച്ചവർക്കായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എൻജിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടിക്കായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് ഇത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഫിസിക്സും മാത്സും അതുകൊണ്ടാണ് ഇന്ത്യയിൽ അങ്ങനെ വെച്ചിരുന്നത്. അജിക്ക്, ഞാൻ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പൈലറ്റ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. 3ന്റെ പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും, അവിടെ മുഴുവൻ 3ന്റെ കളിയാണ് എന്നുള്ളത് ഞാനിങ്ങനെ കേട്ടു. ശരിക്കും എന്താണ് ഈ 3ന്റെ അങ്ങനെ സംഭവം ഉണ്ടോ? അത് ഇത് ട്രിഗണോമെട്രിയും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അറിയാം. ഇതിനകത്ത് ഒരുപാട് കണക്കുകൾ 3 നമ്പർ വെച്ചിട്ട് ഒരുപാട് കണക്ക്, നമ്മൾ തമ്പ് റൂൾ എന്ന് പറയല്ലേ, ചില എളുപ്പത്തിലുള്ള കണക്കുകൾ, അങ്ങനെയുള്ള കണക്കുകൾ സ്ഥിരമായിട്ട് പൈലറ്റ്സ് ഉപയോഗിക്കും. അതിനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ 36,000 അടി, അല്ലെങ്കിൽ എളുപ്പത്തിന് നമ്മൾ 30,000 അടി ഉയരത്തിലാണ് സഞ്ചരിക്കുന്നതൊക്കെയാണ്. നമ്മൾ ബോംബെ എയർപോർട്ടിലേക്ക് അടുക്കുന്നു. എയർപോർട്ടിലേക്ക് ചെന്നിറങ്ങണം. ഈ 30,000 അടി ഉയരത്തിൽ നിന്ന് കുറേ ദൂരം യാത്ര ചെയ്താലാണല്ലോ ഇത് താന്ന് വന്ന് ഇറങ്ങാൻ പറ്റുക. അതിന് എത്ര മൈൽ വേണ്ടി വരും? ഇതിനകത്ത് നമ്മൾ കണക്കെല്ലാം പറയുന്നത് നോട്ടിക്കൽ മൈലിലാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ 1.852
കിലോമീറ്റേഴ്സ് കൃത്യമായിട്ട് പറയുന്നത്. 1852 മീറ്ററാണ് ഒരു നോട്ടിക്കൽ മൈൽ. ഇത് എല്ലാം ഈ മെറൈൻ ഇൻഡസ്ട്രിയിൽ നിന്ന് കടമെടുത്തതാണ് ഈ ഏവിയേഷൻ്റെ. ഈ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ 30,000 എന്നുള്ള 300 ഒരു 0 മാറ്റിയേക്കാം. 300നെ 3 ഡിവൈഡ് ചെയ്യാം. 100 കൃത്യം 100 മൈൽസിൽ 30,000 അടി ഉയരത്തിൽ നിന്ന് ആ എയർപോർട്ടിൽ ചെന്നിറങ്ങാൻ കഴിയും. ഈ കണക്കിന് ഒരു വ്യത്യാസം വരത്തില്ല. ഇത് സ്ഥിരമായി എല്ലാ ദിവസവും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പൈലറ്റ്സും ഉപയോഗിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഈ പിന്നെ ഫ്ലൈറ്റ് ഇറ്റ് സെൽഫ് അത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ലെന്ന് ചോദിക്കും. ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്താലും ഈ കണക്കും അതും ഒരേപോലെ ഇരിക്കും. അത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇത് കണക്ക് നോക്കിയപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചെറിയ തമ്പ്രൂള് പോലത്തെ ഒരു കണക്കാണത്. ഓക്കെ, നമ്മൾ സംസാരിച്ച് വേറെ എവിടെയൊക്കെയോ പോയി. അപ്പോൾ നമുക്ക് ആ +2 കഴിഞ്ഞിട്ടുള്ള ആ പ്രോസസ്സിലേക്ക് പോകാം. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഇല്ലാത്ത അല്ലെങ്കിൽ ആവശ്യമുള്ള തലത്തിലേക്ക് അത് മാറുകയാണ്. ഇപ്പോൾ സപ്പോസ് ഫിസിക്സോ കെമിസ്ട്രിയോ ഉള്ള ഒരാളോ ഇല്ലാത്ത ഒരാളോ അഡ്മിഷൻ എടുത്തു എന്ന് വയ്ക്കുക, എന്താണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്? ഇതിന് യൂണിവേഴ്സിറ്റീസ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ പഠിക്കണം? അതെ, ഫ്ലൈയിങ് സ്കൂൾസിലാണ് ഈ പഠനം. കേരളത്തിനകത്ത് ഒരു ഫ്ലൈയിങ് സ്കൂളേ ഉള്ളൂ. അത് തിരുവനന്തപുരം എയർപോർട്ടിനോട് ചേർന്നാണ് അത് പ്രവർത്തിക്കുന്നത്. അത് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനമാണ്. അതേപോലെ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും, തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും ഒരുപാട് സ്ഥലങ്ങളിലും, നോർത്ത് ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഫ്ലൈയിങ് സ്കൂൾസ്. ഇന്ത്യക്ക് പുറത്ത് പോയും പഠിക്കാം. ഏത് രാജ്യത്തും പോയി പഠിച്ചിട്ട് വന്ന് ആ ലൈസൻസ് ഇവിടെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പോയി പഠിക്കാനായിട്ട് ഒരു വർഷം മുതൽ 1.5 വർഷം വരെ, സാധാരണ ഒരു 1.5 വർഷം എന്തായാലും എടുക്കാറുണ്ട്. ചിലപ്പോൾ 2 വർഷം എടുക്കാറുണ്ട്. ഇത് പഠിക്കുന്നത് ഫ്ലൈയിങ് ആയതുകൊണ്ട്, അതും പ്രത്യേകിച്ചും പഠിക്കുന്ന സ്റ്റുഡൻറ്റ് പൈലറ്റ്സിന് ഓബിയസ്ലി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും നല്ല കാലാവസ്ഥയുള്ളപ്പോൾ മാത്രമേ ഫ്ലൈയിങ് പഠിക്കാനായിട്ട് വിമാനത്തിൽ വിടാറുള്ളൂ. അതുകൊണ്ട് കാലാവസ്ഥ മോശമാണെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ കൂടും. അതാണ് കൃത്യമായിട്ട് ഇത്ര സമയം കൊണ്ട് പഠിച്ചു തീരാം എന്ന് ഞാൻ പറയാത്തത്. ഓരോ മണിക്കൂറും ചിലവേറിയതാണ് അല്ലേ? വളരെ ചിലവേറിയ. ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ പോയാലും ഒരു 50-60 ലക്ഷം രൂപ ഇല്ലാതെ ലൈസൻസ് എടുക്കാൻ പറ്റില്ല. അത് ലൈസൻസ് മാത്രം എടുക്കാനാണ്. ഇപ്പോൾ എല്ലാവരും പഠിച്ചിറങ്ങി ലൈസൻസ് കയ്യിലുണ്ട് എങ്കിൽ ജോലി എന്ന് ചിന്തിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് പഠിച്ചിറങ്ങിയാൽ, ഇപ്പം നമ്മൾ ഏതൊരു കോളേജിലും ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിറങ്ങിയതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് എത്ര ശതമാനം പുസ്തകത്തിൽ നിന്ന് പഠിക്കാനുണ്ട്, എത്ര ശതമാനം പ്രാക്ടിക്കലി പഠിക്കാനുണ്ട്, എത്ര ശതമാനം ഫ്ലൈ ചെയ്ത് പഠിക്കാനുണ്ട്? പുസ്തകം വെച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാനുള്ളത് ഏകദേശം ഒരു 3 മാസമോ 4 മാസമോ കൊണ്ട് പഠിച്ച് തീരാൻ കഴിയും. ആ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് അത്രയാണ്. ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ഡോക്ടറോ മറ്റോ പഠിച്ചിറങ്ങി ജോലി ചെയ്യുന്ന സമയത്തും വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ജോലിയിലും അത് കണ്ടിന്യൂസ് ആയിട്ട് തിയറി പഠിച്ചുകൊണ്ടിരിക്കണം, റെഫർ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലും പൊതുവെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒരു 3-4 മാസം പഠിച്ചാൽ എഴുതിയെടുക്കാവുന്നതാണ് ഈ പരീക്ഷകളെല്ലാം. അതിനുശേഷം പ്യൂർലി ഫ്ലൈയിങ് ആണ്. ഫ്ലൈയിങ് ട്രെയിനിങ്ങിനായിട്ട് ഈ മെക്കാനിക്കൽ സൈഡ്സ് ഒന്നും പഠിക്കണ്ട. എല്ലാം ഈ തിയറി പഠനത്തിനകത്ത് തന്നെ മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എഞ്ചിൻ്റെ മറ്റുള്ള വിമാനത്തിൻ്റെ ഓരോ പാർട്സും ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം പഠിപ്പിക്കും. ഒരു വിമാനം എങ്ങനെയാണ് പറക്കുന്നത്, അതിൻ്റെ എഞ്ചിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ കാലാവസ്ഥയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പഠനമാണ് കാലാവസ്ഥ, മീറ്റീരിയോളജി. നമ്മൾ വായുവിലാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും കാലാവസ്ഥ മോശമാകാനുള്ള സാഹചര്യമുണ്ട്. മൺസൂൺ കാലാവസ്ഥയിൽ ഇടിമിന്നലുണ്ടാകുന്ന കുഴപ്പക്കാരായ മേഘങ്ങൾ, അതിനകത്ത് ചെന്നാൽ എന്ത് സംഭവിക്കും, അതിനെ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ പ്രത്യേകതകൾ എന്ത്, ഓരോ കാലാവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ ഫ്ലൈയിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇത് ഒരുപാട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം ഫ്ലൈയിങ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് 200 മണിക്കൂർ മിനിമം ഫ്ലൈയിങ് ട്രെയിനിങ് ചെയ്താലേ ലൈസൻസ് കിട്ടുള്ളൂ. ആ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപാണോ അതിന് ശേഷമാണോ? അല്ല, ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ല, ഈ പഠിക്കുമ്പോൾ ഫ്ലൈ ചെയ്യുന്നത് ഇതിൽ കൂട്ടാറുണ്ടോ? പഠിക്കുമ്പോൾ ഫ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പഠനമാണ് ഈ 200 മണിക്കൂർ ഫ്ലൈയിങ് എന്ന് പറയുന്നത്. പ്യൂർലി പഠനം, ട്രെയിനിങ് ആണ്. അതായത് മിനിമം 200 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ലൈസൻസ് കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഈ 200 മണിക്കൂറിനകത്ത് 100 മണിക്കൂറെങ്കിലും മിനിമം ഒറ്റയ്ക്ക് പറപ്പിക്കണം എന്നാണ് കണക്ക്.
ബാക്കി ഏത് training ആണ്. ഏത് ഭാഗത്താണ് ഈ ട്രെയിനിങ്ങിന്റെ ഈ സ്റ്റിമുലേറ്റർ വരണ എവിടെയാണ്? ലൈവ് വിമാനങ്ങളും സ്റ്റിമുലേറ്ററുകളും എപ്പോഴാ മാറി മാറി വരണേ? സിമുലേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ കോക്പിറ്റിനകത്തിരിക്കുമ്പോൾ മുന്നിൽ കാണുന്ന സ്ക്രീൻസ്, ഈ കൺട്രോൾ ചെയ്യുന്ന എല്ലാം സ്ക്രീൻസ് നോക്കിയിട്ടാണ്. ഈ സ്ക്രീൻസിന് ഡിസ്പ്ലേ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ മുമ്പിൽ തന്നുകൊണ്ട് ഈ വിമാനം പറപ്പിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന, അതേപോലെ പൊങ്ങുകയും താഴുകയും ചരിയുകയും ചെയ്യുന്ന എല്ലാം അതിനകത്ത് സിമുലേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതാണ് സിമുലേറ്റർ എന്ന് പറയുന്നത്. അതിലാണോ ഈ പഠിക്കുന്നത്? അല്ല, സിമുലേറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈസൻസ് എടുക്കുന്നത് ഈ ചെറിയ വിമാനത്തിൽ, ശരിക്കുള്ള വിമാനത്തിലും പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരു ജോലി കിട്ടുമ്പോൾ നമ്മൾ എയർബസോ ബോയിങ്ങോ പോലുള്ള വലിയ വിമാനങ്ങൾ അത് പഠിക്കാനായിട്ട്, ശരിക്കുള്ള വിമാനം പറപ്പിച്ച് പഠിക്കാൻ അത് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്കല്ല, അത് മുതലാകത്തില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് അതിന് പകരമായിട്ടാണ് സിമുലേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സിമുലേറ്ററിനകത്ത് കയറി അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മുമ്പിൽ 3D സ്ക്രീനാണ്. ഇത് ഹൈഡ്രോളിക് കാറുകളിൽ പൊങ്ങുകയും താഴുകയും ചരിയുകയും ചെറിയ ചെറിയ അനക്കങ്ങൾ പോലും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ്, യഥാർത്ഥത്തിൽ ഒരു ഫ്ലൈറ്റ് പറത്തുന്ന അതേ ഫീൽ ഉണ്ടാവും. അങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 200 hours അല്ലേ? അതെ, 200 മണിക്കൂർ ഫ്ലൈറ്റ് പറത്തിയാൽ മാത്രമേ ഒരാൾക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. അതെ. ഈ നമുക്കിപ്പം എയർബസ് മുതൽ 2 സീറ്റർ ജെറ്റ് വരെ എത്ര തരം ഫ്ലൈറ്റുകൾ ഇപ്പം അവൈലബിൾ ആണ്? ഒരുപാട് തരം വിമാനങ്ങൾ ജനറലി എന്നാലും നമുക്ക് അതിനെ ഒരു 3-4 തരമായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ജനറലി കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും ബ്രോഡായിട്ട് 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് യാത്രാ വിമാനങ്ങൾ, അതായത് ഇപ്പോൾ ബോയിങ്, എയർബസ് എന്ന് പറയുന്ന വമ്പൻ കമ്പനികൾ ഉണ്ടാക്കുന്ന, പൊതുവേ നമ്മൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ, 200, 250, 300 യാത്രക്കാർ യാത്ര ചെയ്യുന്ന വലിയ വിമാനങ്ങൾ. ആ വിമാനങ്ങളെ ഒരു കാറ്റഗറി ആയിട്ടും കൂട്ടാം. കൊമേഴ്ഷ്യൽ ജെറ്റ് ലൈനേഴ്സ്, എല്ലാം ജെറ്റ് എന്ന ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ വിമാനങ്ങൾ. അല്ലാതെ ഒരുപാട് ചെറിയ പ്ലെയിനുകളുണ്ട്. സ്വന്തമായിട്ട് ചില കോടീശ്വരന്മാരെ സ്വന്തമായി ഉപയോഗിക്കുന്ന പ്ലെയിനുകളുണ്ട്. ഈ ചെറിയ പ്ലെയിനുകളെ മറ്റൊരു കാറ്റഗറി ആയിട്ട്, ചെറു വിമാനങ്ങളായിട്ട് കണക്കൂട്ടാം. അതിനകത്ത് തന്നെ സ്വന്തമായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്ന അല്ലാതെ തന്നെ ചാർട്ടറായിട്ട്, ഇപ്പോൾ സ്വന്തം ആവശ്യത്തിന് ഒരു സ്ഥലത്തു നിന്ന് കുറച്ച് പേർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ 6-8 പേർക്ക് ഇരിക്കാവുന്ന ചെറു വിമാനങ്ങളുണ്ട്. അത് നമുക്ക് വാടകയ്ക്ക് എടുത്ത് പോകാനുള്ള സൗകര്യവും ഇന്ത്യയിൽ പല ഭാഗത്തുമുണ്ട്. അതിന് ചാർട്ടർ എന്നുള്ള വാക്കിലാണ് ഇത് അറിയപ്പെടുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങളെല്ലാം ചെറു വിമാനങ്ങളാണ്. നോർമലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏത് വിമാനമാണ് പറത്തി പഠിക്കുക? നോർമലി നമ്മൾ 2-4 പേർക്ക് മാത്രം ഇരിക്കാവുന്ന ചെറു വിമാനങ്ങളാണ്. അത് പല കമ്പനികളുടെ വിമാനങ്ങളുണ്ട് അതിനുപയോഗിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് പണ്ട് തൊട്ടേ സെസ്ന എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ വിമാനങ്ങളുണ്ട്. അതേപോലെ ചില ഇറ്റാലിയൻ കമ്പനികളുടെ വിമാനങ്ങളുണ്ട്. അങ്ങനെ 2-4 പേർക്ക് ഇരിക്കാവുന്ന ചെറു വിമാനങ്ങൾ. ഈ പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ പൈലറ്റുമാരോട് അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിക്കൽ പരാജയപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ്, ഞാൻ 1-2 പേരോട് സംസാരിച്ച് പറഞ്ഞു, ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ ഇത്ര ഫീറ്റിൽ വെച്ചിട്ട് എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ മെഡിക്കലി പരാജയപ്പെട്ടു, അതുകൊണ്ട് എനിക്കത് പൈലറ്റ് ആകാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ടായി. എന്താണ് ഈ മെഡിക്കൽ ഫിറ്റ്നസ് ഈ ഫീൽഡിലുള്ളവർക്ക്? ഇത് എന്ന് വെച്ചാൽ 6 pack ഒക്കെ ആവശ്യമാണോ? എന്താണ് സംഭവം? നമുക്ക് ഫിറ്റ്നസ് എന്ന വാക്കിൽ നമ്മളുടെ ജനറൽ ആയിട്ടുള്ള ആരോഗ്യം എന്ന് നമുക്ക് കണക്കൂട്ടിയാൽ മതി. അസുഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ ജനറലായിട്ട് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ശരീരം നമുക്കുണ്ടെങ്കിൽ അതിന് 6 pack ഒന്നും ആവശ്യമില്ലെങ്കിലും, പക്ഷേ ഹൈറ്റും വെയ്റ്റും റേഷ്യോ നമ്മൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും വളരെ നോക്കുന്ന കാര്യങ്ങളൊക്കെയാണിത്. അത് നോക്കണം. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ പൈലറ്റ് ലൈസൻസ് നമ്മളുടെ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ കൂടെ ചേർത്ത് വെച്ചാലേ വാലിഡ് ആവുള്ളൂ. അതായത് എല്ലാ വർഷവും പൈലറ്റ്സിന് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ആ മെഡിക്കൽ ചെക്കപ്പ് പാസ്സായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പൈലറ്റ് ലൈസൻസിന് ഒരു ഉപയോഗമുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പഠിക്കാൻ കുട്ടികളെ വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആദ്യം തന്നെ ഈ കാശ് മുടക്കുന്നതിന് മുമ്പ് ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നടത്തുന്ന, അത് തന്നെയും ചെയ്തതിന് ശേഷം കുട്ടികളെ പഠിക്കാൻ വിടുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ഇതിൽ നിർബന്ധമാണ്. അതില്ലാതെ ഒരു പൈലറ്റിനും ജോലി ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ ക്യാപ്റ്റൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് എന്തെങ്കിലും കാഴ്ചക്കുറവുള്ളവർക്ക്
ഈ പൈലറ്റ് ആവാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. കണ്ണാടി വെച്ചതിന് ശേഷം കാഴ്ച കറക്റ്റ് ആയാൽ മതി. മതി. അതെ, കണ്ണാടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണാടി ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയും കൃത്യമായിട്ടുള്ള കാഴ്ചശക്തി വേണ്ടത് എയർഫോഴ്സ് പോലുള്ള ഡിഫൻസിൽ മാത്രമാണ്. കമേഴ്ഷ്യൽ ഫ്ലൈയിങ്ങിൽ അതിന് കുഴപ്പമില്ല. പിന്നെ ക്യാപ്റ്റൻ കണ്ടുകൊണ്ടാണോ വിമാനം ഓടിക്കുന്നത്? ഞാൻ ജനറൽ ആയിട്ടുള്ള ആൾക്കാരുടെ സംശയങ്ങളാണ്. ഫ്രണ്ടിൽ കണ്ടുകൊണ്ടാണോ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മളിപ്പം ഫ്ലൈറ്റിന്റെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉള്ള വിൻഡോസിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ എന്താ പറയുക, കുറേ മേഘങ്ങൾ എല്ലാം ഒരുപോലെ ഇരിക്കണം. അപ്പൊ ഫ്രണ്ടിൽ പൈലറ്റിനും 2 വിൻഡോ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടാണോ ഓടിക്കുന്നത്? എങ്ങനെയാണ് ആ വഴി അറിയുന്നത്? ശരിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഓരോ പ്രാവശ്യവും കോക്പിറ്റിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ. അത് ഒരു വലിയ ബ്ലെസ്സിങ് ആണെന്ന് തോന്നും ഈ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. മുമ്പിലും സൈഡിലുമായിട്ട് 6 വിൻഡോസാണ് എനിക്കുള്ളത്. ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു യാത്രക്കാരന് പോലും പുറകിലിരുന്ന് സൈഡിൽ കൂടെ കണ്ടാൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ചെയ്യുമ്പോൾ കാണുന്ന നമ്മളുടെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് അൺമാച്ച്ഡ് ബ്യൂട്ടിയാണ്. ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഒരു വിമാനം പറത്തുമ്പോൾ നിലത്തു നിന്ന് പൊങ്ങുമ്പോഴും നിലത്തിറക്കുമ്പോഴും മാത്രമേ പുറത്തോട്ട് നോക്കാറുള്ളൂ. നിലത്ത് നിന്ന് പൊങ്ങിയതിന് ശേഷം പ്യുവർലി മുമ്പിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീൻസിലെ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിയാണ് ഫ്ലൈ ചെയ്യുന്നത്. പുറത്തോട്ട് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കാര്യം പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകത്തുമില്ല. അതും ഒരു വാസ്തവമാണ്. അപ്പോൾ ഇതിന് ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൈയിങ് എന്ന് പറയും. ഇൻസ്ട്രുമെൻറ്റ്സിനെ നോക്കി ആ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിയാൽ, ആ സ്ക്രീൻ നോക്കിയാൽ അറിയാം ഈ വിമാനം ഏത് സ്പീഡിൽ എങ്ങോട്ട് പോകുന്നു, ഇത് ചരിയുന്നുണ്ടോ, നേരെയാണോ പോകുന്നത്, പൊങ്ങുകയാണോ താഴുകയാണോ, എല്ലാം അതിൽ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത്.